ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു മിറർ ഫ്രെയിം എങ്ങനെ ചെയ്തെടുക്കാമെന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഒരു ഡിസൈനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ടൈപ്പ് വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കോർത്തെടുത്തക്ക വിധത്തിൽ കുഞ്ഞു സൂചി വെച്ചിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കോർത്ത് എടുത്താൽ മതി. സിമ്പിളാണ്. ഒരു ഏകദേശം സെയിം ഡിസ്റ്റൻസിൽ തന്നെ കോർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇനിയിപ്പം നമ്മൾ ഫങ്ഷൻസൊക്കെ വരാൻ പോവല്ലേ, അപ്പം ഫങ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിളങ്ങാം. നല്ല മിറർ വർക്കൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്തതെന്ന് പറയുമ്പം അതിലൊരു പ്രൗഡല്ലേ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൽ കൊണ്ടുവന്ന് ഒരു നോട്ടിട്ട് അത് സെക്യൂർ ചെയ്ത് ക്ലോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. മിക്കവർക്കും അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. ഓക്കെ. അതിന് ശേഷം നമുക്ക് ഏത് കളർ വെച്ചിട്ടാണോ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കളറ് ത്രെഡ് എടുക്കുക. പിന്നീട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്രെഡ് കടത്തി വിടത്തക്ക വിധത്തിൽ ഒരു സൂചി എടുക്കണം. എന്നിട്ട് ആ ഒരു നൂലിൻ്റെ ഒരു എൻഡ് കെട്ടിട്ട് ഒരു എൻഡ് ലൂസായിട്ട് വിട്ടേക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ അടിഭാഗത്തുനിന്ന് ചീത്തവശത്തുനിന്ന് കുത്തിയെടുത്തതിന് ശേഷം ഓരോ ബീഡ്സിൻ്റെയും സൈഡിലായിട്ട് കുത്തിയിറക്കി ഒരു ലൂപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ലൂപ്പിനകത്തൂടെ എടുത്തിട്ട് ക്ലോസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി എല്ലാ ബീഡ്സിൻ്റെയും സൈഡിൽ കൂടെ നമ്മൾ ഈ ഒരു ലൂപ്പ് എടുത്ത് ലോക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. ഒരു സിമ്പിളായിട്ട് നല്ല ഒരു ഫ്ലവറിൻ്റെ ഡിസൈനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു റെഡ് കളറ് ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ വെറൈറ്റി കളറിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പരീക്ഷിച്ച് മാത്രം പോരാ, ആ ഒരു പിക്ക് എനിക്കിവിടെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?